അതേപോലെ തന്നെ അടുത്ത് വന്നതെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ രാത്രിയിൽ അജഗജാന്തരം, പിന്നെ ഒടുവിൽ ചാവേറും ചെയ്തത് ടിനോയോട്ടാണ്. അപ്പം ടിനുവിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ആ സ്കൂളിന്റെ തന്നെ വേറൊരു സ്റ്റൈലാണ് ടിനു ഉള്ളത്. ടിനുവിന്റെ മേക്കിംഗ് ഭയങ്കരമായിട്ട് നമ്മൾ ഇംപ്രസീവായിട്ട്, അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ സിനിമ കാണാൻ വേണ്ടി ഇടിച്ചു കയറിയിട്ടുള്ളതും. അപ്പോൾ ടിനുവിന്റെ മേക്കിങ്ങിലേക്ക് വരുമ്പോൾ അജഗജാന്തരത്തിൽ ആനയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇതിലൊക്കെ ഉണ്ടാവുന്ന കുറേ ഫിസിക്കലായിട്ടുള്ള പരിപാടികളുണ്ട്. അതേപോലെ തന്നെ മെന്റൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് കൂടുതലാണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പോലെ അല്ല ഇതിൻ്റെയൊക്കെ മേക്കിങ്. ഇത് സാധാരണ ഇവിടുത്തെ സിനിമാ സ്റ്റൈൽ നമ്മൾ കണ്ടുവെച്ചാൽ പോലും പകർത്താൻ പറ്റാത്ത രീതിയിൽ പുതിയ രീതിയിലൊക്കെ ആയിരിക്കും അത് എടുക്കുക. അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്താ ചെയ്യാൻ പറ്റുകയെന്നോ. അതിൻ്റെ ഒരു അനിശ്ചിതത്വം രസകരമാണ് പിന്നീട് ഓർക്കുമ്പോൾ. പക്ഷെ ആ സമയത്ത് എന്തായിരുന്നു ഓരോ ഷോട്ട് പറയുമ്പോഴും ഒക്കെ. ജല്ലിക്കെട്ടില് ഒരു ഇതുണ്ട്, മറ്റേ ഡാമിന്റെ റിസർവോയറിൽ ചെളിയിൽ അത് ഞങ്ങൾ 3 ദിവസം കിടന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഒളിച്ചോടിയാലോ എന്ന് വിചാരിച്ചത്. കാരണം ഭയങ്കര തണുപ്പ്. ഡിസംബർ ടൈമിലാണ് ഷൂട്ട് കിടക്കുന്നത്. അപ്പോൾ വൈകുന്നേരം 6 മണി അടിക്കും, വെളുപ്പിന് 6 മണി വരെ അല്ലെങ്കിൽ 5 മണി വരെയൊക്കെയാണ് ഷൂട്ട്. അപ്പോൾ നമ്മളെ ഫുള്ള് ചെളിയിൽ നിർത്തിയിട്ട് ആണ് പരിപാടി. അപ്പോൾ അവസാനം ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു ഒട്ടും പറ്റണില്ല എന്നുള്ളത്. അതേപോലെ തന്നെ ഈ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ മറ്റേ ഒരു ടണൽ പോലത്തെ ഇതിൻ്റെ ഉള്ളിലുള്ള ഷൂട്ട്, അതും ഭയങ്കര നമുക്ക് ഒട്ടും പറ്റില്ല അത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കര മെൻ്റലി ഭയങ്കര സ്ട്രെസ്സും ഇതായിരിക്കും. പക്ഷെ നമ്മൾ ഫൈനലി നമുക്കത് സിനിമയോടുള്ള സ്നേഹം എന്നുള്ള ഒരു ഇതിനകത്തേക്ക് വരുമ്പോൾ, പിന്നെ അങ്ങനെ വരുമ്പോൾ നമുക്കതെല്ലാം നമ്മൾ മറക്കും. പിന്നെ ആനയായിട്ടുള്ള അത് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ റിയാക്ട് ചെയ്യും. നമ്മളൊരു വിശ്വാസത്തിലാണ് അതൊക്കെ ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫൈറ്റും ചെയ്യണം. അപ്പം നമുക്ക് ഒരു പേടി ഇവിടെ നിൽക്കുന്നുണ്ട്, ആന എന്നുള്ളൊരു പേടി. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് പതറിപ്പോവും, എന്നെ കൊണ്ട് പുഷ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെ അങ്ങനെ തോന്നും. പക്ഷെ അത് ഫൈനലി നമ്മൾ അങ്ങോട്ട് മനസ്സങ്ങോട്ട് ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് അടിപൊളിയായിട്ട് അങ്ങനത്തെ റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട്.